ഹാർഡിക്സ് അടുത്ത വിഷയത്തിലേക്ക് 3 പതിറ്റാണ്ടിലേറെയായി ജീവിക്കുന്ന ഭൂമിയുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ മുനമ്പം ജനത നടത്തുന്ന പോരാട്ടത്തിൽ നിർണായക വിധിയാണ് ഇന്ന് ഹൈക്കോടതിയിൽ നിന്നുണ്ടായത്. വസ്തുതാന്വേഷണത്തിന് സംസ്ഥാന സർക്കാർ നിയോഗിച്ച ജുഡീഷ്യൽ കമ്മീഷന്റെ നിയമനം ഹൈക്കോടതി ഇന്ന് റദ്ദാക്കി. എന്തൊക്കെ നിരീക്ഷണങ്ങളോടെയാണ് ഹൈക്കോടതി ഈ ഉത്തരവ് പുറപ്പെടുവിച്ചത് എന്ന് നോക്കാം 59 സെക്കൻഡിൽ. മുനമ്പം ഭൂവിഷയത്തിൽ സർക്കാർ നിയമിച്ച ജുഡീഷ്യൽ കമ്മീഷന് നിയമസാധുതയില്ല എന്നാണ് ഹൈക്കോടതിയുടെ നിർണായക ഉത്തരവ്. മുനമ്പത്തേത് വഖഫ് ഭൂമിയെന്ന് വഖഫ് ബോർഡ് കണ്ടെത്തിയതാണ്. വഖഫ് ട്രൈബ്യൂണലിന് മുന്നിലുള്ള വിഷയത്തിൽ കമ്മീഷന് അന്വേഷണം നടത്താനാവില്ല. ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിക്കാനുള്ള സർക്കാർ തീരുമാനം നീതിയുക്തമായില്ല. കമ്മീഷൻ നിയമനത്തിൽ സർക്കാർ യാന്ത്രികമായി തീരുമാനമെടുത്തു. മനസ്സിരുത്തിയല്ല സർക്കാർ ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചത്. നിയമനത്തിൽ കോടതിയുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായ വിശദീകരണം നൽകാൻ സർക്കാരിനായില്ലെന്നും കോടതി നിരീക്ഷിച്ചു. വിഷയം വഖഫ് ട്രിബ്യൂണലിന്റെ പരിഗണനയിൽ ആയതിനാലും കോടതിയുടെ മുൻ ഉത്തരവുകൾ ഉള്ളതിനാലും ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചത് നിയമപരമല്ല. വഖഫ് സംരക്ഷണ വേദി നൽകിയ ഹർജിയിലാണ് ഈ ഉത്തരവ്. നിയമനത്തിൽ അപാകതയില്ലെന്നും അപ്പീൽ നൽകുമെന്നുമാണ് സർക്കാർ നിലപാട്. തുടക്കം മുതൽ കമ്മീഷനിൽ വിശ്വാസമില്ലായിരുന്നെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടതിനാലാണ് സഹകരിച്ചതെന്നും സമരസമിതി അറിയിച്ചു. നമുക്ക് പരിശോധിക്കാം എന്താണ് വഖഫ് എന്നത് മുതൽ എന്താണ് ഈ പ്രശ്നം എന്നത് വരെ, അല്ലേ സനീഷ്? നമ്മളിപ്പോൾ എല്ലാ വഖഫ് ഭൂമിയുടെ പ്രശ്നം എന്ന് പറയുന്നു, കുറേ ആയി റിപ്പോർട്ട് ചെയ്യുന്നു, ആളുകൾ അതിൻ്റെ ധാരാളം എക്സ്പ്ലെയിനേഴ്സ് ഒക്കെ മാധ്യമങ്ങൾ കൊടുത്തിട്ടുണ്ട്. എങ്കിൽ പോലും ഒരിക്കൽ കൂടി അത് പരിശോധിച്ച് തന്നെ പോകാം. ഇതുവരെ ഇത് മനസ്സിലാക്കാത്തവർക്കും കാണാത്തവർക്കും മനസ്സിലാക്കാൻ വേണ്ടി എന്താണ് വഖഫ് എന്നത് മുതൽ നമുക്ക് പരിശോധിക്കാം. മുസ്ലിങ്ങളിലെ ഒരു ദാന സമ്പ്രദായമാണ് വഖഫ്. സ്വന്തം ഉടമസ്ഥതയിലുള്ള ഭൂമി ഇസ്ലാമിക നിയമപ്രകാരം മതകാര്യങ്ങൾക്ക് സമർപ്പിക്കുന്നതാണ് വഖഫ് ചെയ്യുക എന്ന് പറയുന്നത്. സമർപ്പിക്കുന്ന വസ്തുക്കളുടെ മറ്റു തരത്തിലുള്ള ഉപയോഗവും വിൽപ്പനയും നിരോധിക്കപ്പെടും. ഒരിക്കൽ വഖഫായ ഭൂമി എന്നും വഖഫായിരിക്കും. ഗുണഭോക്താക്കൾ മാറുമെങ്കിലും വസ്തു വഖഫായി പ്രഖ്യാപിച്ചാൽ തിരിച്ചെടുക്കാനാകില്ല. ഉടമസ്ഥാവകാശം വ്യക്തിയിൽ നിന്ന് ദൈവത്തിലേക്ക് മാറും എന്നതാണ് അതിന് കാരണം. അങ്ങനെയാണ് വിശ്വാസം. മുനമ്പത്തിൻ്റെ ചരിത്രം എടുക്കാം നമുക്ക്. മുനമ്പത്തിൽ 1865 തിരുവിതാംകൂർ രാജാവ് ആയില്യം തിരുനാൾ പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ചു. ജനങ്ങൾക്ക് കൃഷി ചെയ്യാൻ സ്ഥലം പാട്ടത്തിന് അവിടെ എഴുതി നൽകി. 1902 ഗുജറാത്ത് സ്വദേശി സത്താർ സേട്ട് മുനമ്പത്ത് 407 ഏക്കർ സ്ഥലം എഴുതി വാങ്ങി. കൃഷി ചെയ്യാനായിട്ടാണ് ഇത് എഴുതി വാങ്ങിയത്. 1948 സത്താർ സേട്ടിൻ്റെ പിൻഗാമി സിദ്ദിഖ് സേട്ടിന് ഭൂമി മഹാരാജാവ് തീറാധാരം ചെയ്തു നൽകി. 1950 നവംബർ 1 സിദ്ദിഖ് സേട്ട് ഭൂമി കോഴിക്കോട് ഫറൂഖ് കോളേജിന് നൽകി. ഈ ഭൂമിയാണ് നിലവിലെ വിവാദങ്ങളുടെ കേന്ദ്രം. പിന്നീട് എന്താണ് സംഭവിച്ചത് എന്നല്ലേ അത് നമുക്ക് പരിശോധിക്കാം. സിദ്ദിഖ് സേട്ട് ഫറൂഖ് കോളേജിന് ഭൂമി നൽകിയപ്പോൾ നിബന്ധനകൾ വെച്ചു. സ്വാഭാവികമായും അങ്ങനെയും ചില കരാറുകൾ ഉണ്ടാകുമല്ലോ. ആ നിബന്ധനകൾ ഭൂമി വിദ്യാഭ്യാസ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കണം എന്നതായിരുന്നു. വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ സിദ്ദിഖ് സേട്ടിനോ പിൻഗാമികൾക്കോ ആ ഭൂമി തിരിച്ചെടുക്കാം എന്ന വ്യവസ്ഥയും ആ വഖഫ് രേഖയിൽ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഫറൂഖ് കോളേജ് ഈ ഭൂമി എന്താണ് ചെയ്തത് എന്നല്ലേ, വിദ്യാഭ്യാസ ആവശ്യത്തിന് കൊടുത്തതാണ്, എന്താണ് ചെയ്തതെന്നല്ലേ. മുനമ്പത്തെ ഭൂമിയിൽ ഫറൂഖ് കോളേജ് മാനേജ്മെൻറ്റ് കാര്യമായി ശ്രദ്ധിച്ചിരുന്നില്ല. അത് നോക്കി നടത്താൻ അഭിഭാഷകരായ അഡ്വക്കേറ്റ് AV പോളിനും അഡ്വക്കേറ്റ് മൈക്കിളിനും അധികാരം നൽകി. ഇരുവർക്കും ഫറൂഖ് കോളേജ് പവർ ഓഫ് അറ്റോർണി ആ കാലത്ത് നൽകി. ഈ അധികാരം ഉപയോഗിച്ച് ഇരുവരും 1988 ഈ ഭൂമി മത്സ്യത്തൊഴിലാളികൾക്ക് വിറ്റു. മത്സ്യത്തൊഴിലാളികൾക്കാണ് ഈ ഭൂമി വിൽക്കുന്നത്. ഇനിയിപ്പോൾ ഇപ്പോഴത്തെ പ്രശ്നങ്ങളുടെ തുടക്കം എന്താണെന്നല്ലേ, അതുവരെ അങ്ങനെ നടന്നു. ഈ വിൽക്കാൻ പാടില്ലാത്ത ഭൂമി എന്നുള്ള സങ്കല്പം നിലനിൽക്കെ തന്നെയാണ്, അല്ലെങ്കിൽ തിരിച്ചെടുക്കേണ്ട ഭൂമി എന്നുള്ള ഒരു കരാർ നിലനിൽക്കെ തന്നെയാണ് ഇത് വിൽക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ തുടങ്ങുന്നത് 2008 VS സർക്കാർ വഖഫ് സ്വത്ത് കൈയേറ്റം പഠിക്കാൻ MA നിസാർ കമ്മീഷനെ നിയമിച്ചു. 23 ഇടങ്ങളിലായി ആണ് 600 ഏക്കർ വഖഫ് സ്വത്തുകൾ അന്യാധീനപ്പെട്ടു എന്ന് അന്ന് കണ്ടെത്തിയത്. ഈ കമ്മീഷന്റെ കണ്ടെത്തലുകൾ മുനമ്പത്തെ വിവാദ ഭൂമിയാക്കി. സ്വാഭാവികമാണല്ലോ, ഇത്രയും പറഞ്ഞു വരുമ്പോൾ മനസ്സിലാകുമല്ലോ. ഏറ്റവും കൂടുതൽ കയ്യേറ്റം നടന്നത് മുനമ്പത്ത് എന്നാണ് റിപ്പോർട്ടുള്ളത്. 407 ഏക്കറിൽ 188 ഏക്കർ വിൽപ്പന നടത്തി എന്നാണ് കണ്ടെത്തിയത്. 22 ഏക്കർ കടലെടുത്തുപോയി. 196 ഏക്കർ ഭൂമി ബാക്കി കിടപ്പുണ്ട് എന്നും കമ്മീഷൻ കണ്ടെത്തിയിട്ടുണ്ട്. ഈ റിപ്പോർട്ടിന് 2010 സർക്കാർ അംഗീകാരം നൽകി. 2010 ഈ റിപ്പോർട്ടിന് സർക്കാർ അംഗീകാരം നൽകുന്നത്.
അന്വേഷണം നടത്താതെ തയ്യാറാക്കിയ റിപ്പോർട്ട് എന്നാണ് ആ ഘട്ടത്തിൽ തന്നെ ഉയർന്ന ഒരു പ്രധാനപ്പെട്ട വിമർശനം. പിന്നീട് നിയമക്കുരുക്കിലേക്ക് ഈ പ്രശ്നം നീങ്ങുകയാണ്. വഖഫായി കിട്ടിയ ഭൂമി കാണാനില്ല എന്ന് ഫറൂഖ് കോളേജ് ഇതുവരെ പരാതി നൽകിയിട്ടില്ല. കാരണം ഫറൂഖ് കോളേജ് അധികൃതർക്ക് അറിയാം ഇത് വിൽപ്പന നടത്തിയതാണ് എന്നുള്ളത്. ഭൂമി തിരിച്ചിട്ട് പിടിക്കണമെന്ന് അവകാശപ്പെട്ടത് വഖഫ് സംരക്ഷണ സമിതി എന്ന കൂട്ടായ്മയാണ്. ഹർജിയിൽ 2016 ഹൈക്കോടതി നിർണായകമായ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു. ഭൂമി തിരിച്ചു പിടിക്കാനുള്ള നടപടികൾ തുടങ്ങണം എന്നതായിരുന്നു ആ ഉത്തരവ്. മുനമ്പത്തെ ഇപ്പോഴത്തെ സാഹചര്യം എന്താണ് എന്ന് ഇനി നമുക്ക് പരിശോധിക്കാം. 600-ൽ പരം കുടുംബങ്ങൾ സ്വന്തം ഭൂമിയിൽ ഇപ്പോൾ കുടികിടപ്പുകാരായി എന്നുള്ളതാണ് പ്രശ്നം. നികുതി അടയ്ക്കൽ, പണയപ്പെടുത്തൽ ഇതടക്കമുള്ള റവന്യൂ അധികാരങ്ങൾ ഇവർക്കില്ലാതായി. കേന്ദ്രം വഖഫ് നിയമ ഭേദഗതിക്ക് ഒരുങ്ങിയതോടെ മുനമ്പത്തെ ജനത പ്രതിഷേധത്തിനിറങ്ങി. കൂടുതൽ സങ്കീർണമായി ഈ കാലത്ത്. ഭൂമിക്ക് മേലുള്ള അവകാശത്തിൽ നിന്ന് വഖഫ് ബോർഡ് ഒഴിവാകണം എന്നതാണ് ആവശ്യം ഉയർന്നിരിക്കുന്നത്. ഇപ്പോൾ വഖഫ് സ്വത്തുക്കളുടെ നിയന്ത്രണം ആർക്കാണ് എന്നതുകൂടി ഇനി നമുക്കൊന്ന് പെട്ടെന്ന് പരിശോധിക്കാം. 1995-ലെ വഖഫ് നിയമമാണ് ഭൂനിയന്ത്രണങ്ങളുടെ അടിസ്ഥാനം. വഖഫ് ബോർഡിനാണ് വഖഫ് സ്വത്തുക്കളുടെ കൈകാര്യത്തിന് അധികാരമുള്ളത്. വഖഫ് ബോർഡിന് കീഴിലുള്ള വസ്തുവകകളുടെ ആകെ മൂല്യം 1.2 ലക്ഷം കോടി രൂപയാണ്. കേന്ദ്രം കൊണ്ടുവരുന്ന പുതിയ ഭേദഗതി വഖഫ് ബോർഡിൻ്റെ പരമാധികാരം ഇല്ലാതെയാക്കും എന്നുള്ള പ്രശ്നമുണ്ട്. എന്താണ് ഈ പുതിയ ഭേദഗതി എന്നുകൂടി നോക്കാം. ഏതായാലും ഇത്രയും പറഞ്ഞതല്ലേ, അതുകൂടി അറിയാം. 2024 ഓഗസ്റ്റ് 8-ന് 2 ബില്ലുകൾ ലോക്സഭയിൽ അവതരിപ്പിച്ചു. വഖഫ് ഭേദഗതി ബിൽ, മുസൽമാൻ വഖഫ് റിപ്പീൽ ബിൽ എന്നിവയാണത്. വഖഫ് ഭേദഗതി ബിൽ 1955-ലെ നിയമത്തിൽ സുപ്രധാനമായ ഭേദഗതി കൊണ്ടുവരും. മുസൽമാൻ വഖഫ് റിപ്പീൽ ബിൽ 1923-ലെ മുസ്ലിം വഖഫ് നിയമം റദ്ദാക്കും. പുതിയ നിയമ ഭേദഗതി പ്രകാരം ബോർഡിലെയും കൗൺസിലിലെയും അംഗങ്ങൾ 2 പേർ അമുസ്ലിങ്ങളായിരിക്കണം എന്ന നിബന്ധന കൂടിയുണ്ട്. ഈ വ്യവസ്ഥകളാണ് വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട് നമ്മൾ കാണുന്ന വലിയ എതിർപ്പിനും തർക്കത്തിനുമൊക്കെ കാരണമായിരിക്കുന്നത്. അതിന് സമാന്തരമായാണ് ഇപ്പോൾ മുനമ്പത്തെ വഖഫ് പ്രശ്നവും നിൽക്കുന്നത്. മുനമ്പത്തെ വഖഫ് ബോർഡിൻ്റെ നിലപാട് എന്താണ് എന്ന് കൂടി പരിശോധിക്കാം. മുനമ്പത്തേത് വഖഫ് ഭൂമിയാണ് എന്ന് വഖഫ് ബോർഡ് കുടിയൊഴിപ്പിക്കാനോ ഇല്ലാത്ത അവകാശം സ്ഥാപിക്കാനോ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ അത് വഖഫ് ഭൂമിയാണ് എന്നും പറയുന്നുണ്ട്. കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയവർ രേഖകൾ ഹാജരാക്കണം. നോട്ടീസ് നൽകിയവർ വൻകിട റിസോർട്ടുകാർക്കുൾപ്പെടെ ഭൂമി മറിച്ച് വിറ്റു എന്നുള്ള ആരോപണവും നിലനിൽക്കുന്നുണ്ട്. എന്തിനായിരുന്നു ജുഡീഷ്യൽ കമ്മീഷൻ എന്നതുകൂടി നമുക്ക് പരിശോധിക്കാം. 2024 നവംബർ 28-ന് ജുഡീഷ്യൽ കമ്മീഷനെ സർക്കാർ നിയമിച്ചത് റിട്ടയേർഡ് ഹൈക്കോടതി ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരെയാണ്. അദ്ദേഹത്തെയാണ് അന്വേഷണ കമ്മീഷനായി നിയമിച്ചത്. അതിൻ്റെ ഉദ്ദേശങ്ങൾ ഭൂമിയുടെ സ്വഭാവം, താമസക്കാരുടെ അവകാശം എന്നിവ പഠിക്കണം എന്നുള്ളതായിരുന്നു. 3 മാസത്തേക്കായിരുന്നു കമ്മീഷൻ്റെ കാലാവധി. ഫെബ്രുവരി 25-ന് കാലാവധി 3 മാസത്തേക്ക് കൂടി നീട്ടി നൽകി. സർക്കാരിന് തിരിച്ചടി ആയത് ജുഡീഷ്യൽ കമ്മീഷൻ്റെ നിയമനം നിയമപരമല്ല എന്ന് ഹൈക്കോടതി ഇന്നിപ്പോൾ പറഞ്ഞതിലൂടെയാണ്. ജുഡീഷ്യൽ കമ്മീഷൻ നിയമനം ഹൈക്കോടതി റദ്ദാക്കി. ഇതോടെ അപ്പീൽ നൽകാനാണ് സർക്കാരിൻ്റെ തീരുമാനം. നിയമമന്ത്രി P രാജീവ് പറഞ്ഞ കാര്യങ്ങൾ ഇവയാണ്. കാലങ്ങളായി ഇവിടെ താമസിക്കുന്നവരുടെ അവകാശം സംരക്ഷിക്കും. ലീഗ് വിചാരിച്ചാൽ വേണമെങ്കിൽ പ്രശ്നം തീർക്കാം. മുസ്ലിം ലീഗ് വിചാരിച്ചാൽ. ഫാറൂഖ് കോളേജിൻ്റെ ഭൂമി വിറ്റത് ലീഗിൻ്റെ ഉടമസ്ഥതയിലുള്ള മാനേജ്മെൻറ്റാണ്. ഭൂമി അവർ തന്നെ തിരികെ നൽകിയാൽ മതിയായിരുന്നു എന്നും നിയമമന്ത്രി ഈ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഇന്ന് അതുമായി ബന്ധപ്പെട്ട് വന്ന ഒരു പൊളിറ്റിക്കലായ കമൻറ്റ്. മറ്റ് തർക്കങ്ങളിലേക്കുമൊക്കെ കാര്യങ്ങൾ നീങ്ങിയിട്ടുമുണ്ട്. സനീഷ്, ഇത് ഈ പറയുന്ന 600 കുടുംബങ്ങൾക്ക് അവരുടെ ഭൂമിയിന്മേലുള്ള അവകാശം, അവരുടെ ടൈറ്റിൽ ഡീഡ് എന്നുള്ളത് നഷ്ടമാവുന്നു. അവർക്ക് മറ്റ് ക്രയവിക്രയമൊന്നും സാധ്യമാവുന്നില്ല. ലോൺ എടുക്കാൻ കഴിയുന്ന അവസ്ഥയില്ല. കുടികിടപ്പുകാർ എന്നുള്ള നിലയിലേക്ക് അവർ മാറിയിരിക്കുന്നു എന്നതാണ് ഒരു പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം, ഇത് വലിയ രാഷ്ട്രീയ മുതലെടുപ്പിനോ അല്ലെങ്കിൽ വർഗീയമായ ചേരിതിരിവിനോ ഉള്ള ഒരു സാധ്യതയായി കാണുന്നു എന്നതുകൂടിയാണ്. ഇപ്പോൾ പുതിയ സംഭവ വികാസങ്ങൾ എന്ത് സൂചനയാണ് നൽകുന്നത്? ഇന്നത്തെ നിലപാട് നമ്മൾ കാലങ്ങളായിട്ട് ചർച്ച ചെയ്ത ഈ കാര്യത്തിൽ ഒരു പ്രശ്ന പരിഹാരത്തിന് മുന്നിൽ മറ്റൊരു പുതിയ തടസ്സം കൂടെ വന്ന് വീണിരിക്കുന്നു എന്നതാണ് ഇന്നത്തെ സംഭവ വികാസങ്ങളെ കാണേണ്ടത്. അത് കോടതി എന്തെങ്കിലും അതിക്രമിച്ച് പറഞ്ഞു എന്നല്ല, കോടതി സാധാരണമായിട്ട് ഇത്തരം ഘട്ടങ്ങളിൽ പറയുന്ന കാര്യം തന്നെയാണ് പറഞ്ഞത്. അതായത് ഇത് വഖഫ് ഭൂമിയാണ്, വഖഫ് ഭൂമി ആയിരിക്കെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു ജുഡീഷ്യൽ കമ്മീഷൻ നിയമിക്കാൻ പറ്റുക എന്ന വളരെ വാലിഡ് ആയിട്ടുള്ള ചോദ്യമാണ് കോടതി ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തള്ളിക്കളയാൻ പറ്റുന്നതല്ല. ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട പ്രശ്നം, നമ്മൾ ഈ കാര്യം പറഞ്ഞു തുടങ്ങുമ്പോൾ നമ്മൾ
ആദ്യമായിട്ട് പറയേണ്ടതൊരു കാര്യം, ഈ വഖഫ് എന്ന ഈ പദമുണ്ടല്ലോ, അത് ഇടക്കാലത്ത് വലിയൊരു ഭീമാകാരമായ തോതിലാണ് എന്തോ ഒരു വലിയ കുഴപ്പം പിടിച്ച സംഗതിയാണെന്നാണ് പല ഭാഗത്തു നിന്നും പ്രചരിപ്പിക്കാൻ ശ്രമിച്ചത്. വഖഫ് എന്ന് വെച്ചാൽ വളരെ മനോഹരമായ സങ്കല്പമാണ്. ഹിന്ദു മതത്തിലൊക്കെ ആണെങ്കിൽ ദേവസ്വം എന്ന് പറയുന്ന പോലെ ദൈവത്തിൻ്റെ സ്വത്ത് എന്ന് പറയുന്നത് പോലെ വളരെ മനോഹരമായ സങ്കല്പമാകുന്നത് അത് ദൈവത്തിൻ്റെ സ്വത്തായിരിക്കുമ്പോൾ തന്നെ വിശ്വാസിയായിട്ടുള്ള ഞാൻ സ്വമേധയാ പൊതു ആവശ്യത്തിന് വേണ്ടി കൊടുക്കുന്ന സ്വത്താണത്. അതായത് ഒരാൾ ഇതുപോലെ ഈ സ്വത്ത് എന്ന സംഗതികളുടെ മേൽ, ഭൂസ്വത്തിൻ്റെ മേലൊക്കെ ലോകത്തെ മനുഷ്യർ മുഴുവനാകും കുടുങ്ങി കിടക്കുമ്പോൾ ഒരാൾ സ്വമേധയാ പൊതു ആവശ്യത്തിലേക്ക് ഭൂമിയോ അല്ലെങ്കിൽ മറ്റു സ്വത്തുക്കളോ കൊടുക്കുക എന്ന അതിമനോഹരമായിട്ടുള്ളൊരു സംഗതിയാണ് അതിനകത്ത് എന്നുള്ള കാര്യം നമ്മൾ ആദ്യം തന്നെ ആലോചിക്കണം. ഇതിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 610 കുടുംബങ്ങളാണ് മുനമ്പത്ത് ഇതുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടിലായിരിക്കുന്നത്. ആ ബുദ്ധിമുട്ട് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഈ വഖഫ് സ്വത്താണ് എന്നൊക്കെ പറയുമ്പോൾ ആ ബുദ്ധിമുട്ട് പ്രധാനപ്പെട്ടതാണ്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹർഷൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇതൊരു വർഗീയ പ്രശ്നമായിട്ട് ഉയർത്തുക എന്നത് കഴിഞ്ഞ കാലത്തുണ്ടായി. നമ്മൾ ഈ പാലക്കാട്, വയനാട് ബൈ ഇലക്ഷനൊക്കെ നടക്കുന്ന സമയത്ത് നമ്മൾ അവിടെ മുഴുവൻ പോയപ്പോൾ ഈ തെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഹിംസാത്മകമായി തന്നെയും സോഷ്യൽ മീഡിയയിലടക്കം പ്രചരിപ്പിക്കപ്പെട്ടൊരു സാധനം ഇത് വർഗീയമായിട്ട് ഉപയോഗിക്കുക എന്നതായിരുന്നു. യഥാർത്ഥത്തിൽ ഇതിനകത്ത് രാജ്യത്തിൻ്റെ മറ്റു പല ഭാഗങ്ങളുള്ളതുപോലെ ഇതുപോലുള്ള ചർച്ചകൾ വരുമ്പോൾ ഉണ്ടാകുന്ന ഈ വിശ്വാസത്തിൻ്റെ പ്രശ്നമൊന്നും ഇതിനകത്ത് ഇല്ല. ഇതൊരു ഭൂസ്വത്തിൻ്റെ പ്രശ്നം മാത്രമാണ്. അതായത് വിശ്വാസവുമായി ബന്ധപ്പെട്ട അമ്പലങ്ങളും ക്ഷേത്രങ്ങളും പള്ളികളും അങ്ങനെയൊന്നും ചേർന്നതല്ല. ഇത് ഭൂസ്വത്തിൻ്റെ ഉടമസ്ഥാവകാശവുമായി ബന്ധപ്പെട്ട് ആ അർത്ഥത്തിലൊരു സിവിലായിട്ടുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അത് ആ നിലക്ക് പരിഹരിക്കേണ്ടതാണ്. പക്ഷേ അപ്പോൾ തന്നെയും ഇതിനകത്ത് വർഗീയമായിട്ട് ദുരുപയോഗം ചെയ്യാവുന്ന കാര്യങ്ങളുണ്ട് എന്നതുകൊണ്ട് കുറെ കൂടെ ജാഗ്രതയോടുകൂടി കാര്യങ്ങൾ പരിശോധിക്കേണ്ടതാണ്. ആത്യന്തികമായിട്ട് 610 കുടുംബങ്ങൾക്ക് അവരുടെ സ്ഥലം കിട്ടേണ്ടതാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഹർഷ, 1902 തിരുവിതാംകൂർ രാജാവ് ഈ സത്താർ സേട്ടിന് ഈ ഭൂമി പാട്ടത്തിന് കൊടുക്കുമ്പോൾ ആ പാട്ടരേഖയിൽ തന്നെ ഉള്ള ഒരു കാര്യം, നിങ്ങൾക്ക് ഇത്ര ഏക്കറിൽ കൃഷി ചെയ്യാം, ഇത്ര ഏക്കറിൽ മത്സ്യം കായലുണ്ട്, ഇവിടെ നിങ്ങൾ ജോലി ചെയ്യുമ്പോൾ തന്നെയും അവിടെ താമസക്കാരായിട്ടുള്ള ആളുകൾ ഇപ്പോഴുള്ള സ്ഥലങ്ങൾക്ക് ഒഴിവാക്കിയിട്ടാണ് നിങ്ങളിത് ചെയ്യേണ്ടത് എന്നുകൂടെ ആ രേഖയിലുണ്ട്. എന്ന് വെച്ചാൽ ആ രേഖ തിരുവിതാംകൂർ രാജാവ് പാട്ടത്തിന് സത്താർ സേട്ടിന് സ്ഥലം കൊടുക്കുന്ന 1902 തന്നെയും അവിടെ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. അപ്പോൾ അവർ പരമ്പരാഗതമായി താമസിക്കുന്ന അവരുടെ സ്ഥലമാണത്. ആ 610 കുടുംബങ്ങൾക്കും അവരുടെ ഭൂമി കിട്ടണം. പക്ഷേ അത് ഏതെങ്കിലും വിധത്തിൽ സമവായത്തിലൂടെയാണ് ഈ കാര്യങ്ങൾ നടക്കേണ്ടത്. അങ്ങനെ ഒരു സമവായ ശ്രമങ്ങൾക്കുള്ള ഒരു ഭാഗം എന്ന നിലക്കായിരുന്നു ഈ ജുഡീഷ്യൽ കമ്മീഷൻ വന്നത്. അതിന് ബ്ലോക്ക് ഉണ്ടായിരിക്കുന്നു. അതിപ്പോൾ എങ്ങനെ പരിഹരിക്കുന്നുള്ള കാര്യം എല്ലാവരും കൂടെ ആലോചിച്ചിട്ട് ചെയ്യേണ്ടതാണ്. ഇതിലൊരു പ്രധാനപ്പെട്ട എൻ്റെ സംശയം, ഈ 610 കുടുംബങ്ങളാണല്ലോ ഇവിടെയുള്ളത്. 10,000-കണക്കിന് കുടുംബങ്ങൾ ഇതേ പ്രശ്നം ഇടുക്കിയിൽ അനുഭവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കേരളത്തിൻ്റെ മറ്റു പല മേഖലയിലും അനുഭവിക്കുന്നുണ്ട്. അത് ചിരിക്കണ്ട, ഞാൻ ആ പ്രശ്നം പറയും. അതല്ല കാര്യം, 10,000-കണക്കിന് ആളുകൾ ഇത് റൈറ്റ് ഓവർ ദ ലാൻഡ് ഡിനേ ചെയ്യുന്നു. ഇതാണല്ലോ സംഭവം. ആ സംഭവം ഇടുക്കിയിലെ എല്ലാ കർഷകരും നേരിടുന്ന പ്രശ്നമാണ് ഇപ്പോൾ. കാരണം അവർക്ക് ലോൺ എടുക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ അവരുടെ ഭൂമിയിന്മേലുള്ള അവരുടെ സമ്പൂർണ്ണമായ അവകാശം സ്ഥാപിക്കാൻ കഴിയാത്ത സ്ഥിതിയുണ്ട്. ഇപ്പം നിർമ്മാണ നിയന്ത്രണത്തിൻ്റെ രൂപത്തിലായാലും മറ്റു പല രൂപത്തിലായാലും അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ഇടുക്കിയിലെ ജനത. പക്ഷേ അവിടെ ഒരു പ്രശ്നം, അത് വളരെ ഒരു സെക്യുലർ ഫാബ്രിക്കിൽ കെട്ടിപ്പടുത്ത ഒരു സമൂഹമാണത്. പണ്ടൊക്കെ പറയുമായിരുന്നു അവിടെ ഒത്തിരി ക്രിസ്ത്യാനികളുണ്ടെന്നൊക്കെ പറയുമെങ്കിലും അങ്ങനെയൊന്നും അല്ല യഥാർത്ഥത്തിൽ അവിടുത്തെ സാഹചര്യം. കുടിയേറ്റക്കാരാണ്, പരസ്പരം സഹകരിച്ച് പോകുന്നവരാണ്, അതിൽ കെട്ടിപ്പടുത്ത ഒരു സമൂഹമാണ്. അവിടെ എളുപ്പത്തിൽ ഈ വർഗീയമായ ചേരിതിരിവ് നടക്കില്ല. ഇവിടെ ഈ 610 കുടുംബങ്ങളിൽ വന്ന് പിടിക്കുന്നത് എന്താണ്? ഇത് ദേശീയ തലത്തിൽ ഇപ്പോൾ വഖഫ് നിയമവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചർച്ചയുടെ സാധ്യത തെളിയുന്നു. മറ്റൊന്ന്, ഇവിടെ കേരളത്തിൽ സാധ്യമാകുന്ന ഒരു സോഷ്യൽ എഞ്ചിനീയറിങ് ഈ രീതിയിൽ, അതായത് മുസ്ലിം ക്രിസ്ത്യൻ സമൂഹത്തിനിടയിലുള്ള വലിയ ചേരിതിരിവ് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സാധ്യത എവിടെയുണ്ട് എന്നുള്ളതാണ്. ഈ സാധ്യതയെ പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുന്നു. അല്ലെങ്കിൽ പിന്നെ ഈ 610 പേർക്ക് കൈ കൊടുക്കുന്ന സകല വർഗീയവാദികളും അങ്ങനെയാണെങ്കിൽ ആ 10,000-കണക്കിന് പേരുടെ പ്രശ്നങ്ങൾക്ക് ആദ്യം പോയി കൈ കൊടുക്കണ്ടേ? അത് ചെയ്യുന്നില്ലല്ലോ. അതിനകത്ത് ഒരു പ്രശ്നം എന്താ വെച്ചാൽ, ഈ 610 ഇതിപ്പോൾ ജുഡീഷ്യൽ കമ്മീഷൻ റദ്ദാക്കപ്പെട്ടത് കൊണ്ടുണ്ടായ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സംസ്ഥാനം ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന കാലമാണല്ലോ വരാനിരിക്കുന്നത്. ഇതൊരു തെരഞ്ഞെടുപ്പ് വിഷയമാക്കും ചില ആളുകളെങ്കിലും, അത് വർഗീയമായിട്ടാണ് ആക്കുക എന്ന് നമ്മൾ കഴിഞ്ഞ ബൈ ഇലക്ഷൻ സമയത്ത് തന്നെ കണ്ടതാണ്. അപ്പം അതിനകത്തേക്കാണ് കൂടുതൽ കാര്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് കൂടി ആകുമ്പോഴേക്ക് അതൊന്നുകൂടെ ഹിംസാത്മകമായിട്ട് വരില്ലേ എന്ന എൻ്റെ ഭയപ്പാടാണുള്ളത്. അങ്ങനെ ഹിംസാത്മകമായിട്ട് ചർച്ച ചെയ്യപ്പെട്ടതുകൊണ്ട് ഈ 610 കുടുംബങ്ങൾക്ക് അനുകൂലമായിട്ട് കാര്യങ്ങൾ വരുമോ? അതൊട്ടില്ല താനും. അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടോ അവർക്ക് ഭൂമി വേണ്ടിയിട്ടോ അല്ല, ഇതൊരു വോട്ട് ബാങ്കിൻ്റെ രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ടാണ് വിഭാഗീയതയും വർഗീയതയും പ്രയോഗിക്കപ്പെടുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം ഈ പറയുന്ന നമ്മൾ കാണേണ്ടുന്നൊരു കാര്യം, ഈ മുസ്ലിം ലീഗിനോ എതിരെ
പി രാജീവ് ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്. മുസ്ലിം ലീഗ് സർക്കാരിൻ്റെ കോർട്ടിലാണല്ലോ, സർക്കാരാണ് ഇത് പരിഹരിക്കേണ്ടതെന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഹർഷൻ, ഇതിനകത്ത് ഏറ്റവും കൂടുതലായിട്ട് കാര്യങ്ങൾ ചെയ്യേണ്ടത് മുസ്ലിം സംഘടനകളാണ്. മുസ്ലിം ലീഗ് എന്നല്ല, മുസ്ലിം സംഘടനകളാണ്. അതായത് വഖഫ് ഭൂമിയാണ് എന്ന് പറയുമ്പോൾ തന്നെയും ഇതിനകത്ത് പല കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അതായത് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായിട്ട് കൊടുക്കുമ്പോൾ ആ രേഖയിൽ നിങ്ങൾ വിദ്യാഭ്യാസ ആവശ്യത്തിനായിട്ടല്ല ഫറൂഖ് കോളേജ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇത് തിരിച്ച് ഈ കുടുംബത്തിന് തരണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു ക്ലോസ് വെക്കുന്നത് വഖഫ് ഭൂമി ആകില്ല. വഖഫ് എന്ന് വെച്ചാൽ വിട്ടുകൊടുക്കുക എന്നുള്ളതാണ് പൂർണ്ണമായിട്ട്. അപ്പോൾ അങ്ങനെ ക്ലോസ് വെച്ച് കൊടുത്തുകൊണ്ട് ഇതൊരു വഖഫ് ഭൂമി അല്ല എന്ന് പറയുന്നൊരു വേർഷനും കൂടെയുണ്ട്. അപ്പോൾ എന്തോ ആയിക്കോട്ടെ, എങ്ങനെയാണെങ്കിലും അതിൻ്റെ സങ്കീർണമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ തീർപ്പ് പറയാൻ ആളല്ല. പക്ഷേ അത് പരിഹരിക്കുന്ന ഉത്തരവാദിത്തത്തിൽ സംസ്ഥാനത്തെ മുസ്ലിം സംഘടനകൾക്ക് കുറെ കൂടെ ഉത്തരവാദിത്തം കൂടുതലുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തീർച്ചയായും 610 കുടുംബങ്ങളുടെ ജീവിതം പ്രതിസന്ധിയിലാവരുതെന്ന ആത്മാർത്ഥമായി ആഗ്രഹമുള്ളവരാണ് സർക്കാരും പ്രതിപക്ഷവും കോടതിയും എന്ന് തന്നെ നമുക്കങ്ങ് കരുതാം. അതുകൊണ്ടായിരിക്കും അരമണിക്കൂർ കൊണ്ട് പരിഹരിക്കാവുന്ന പ്രശ്നം എന്ന് മുമ്പ് പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞത്. പക്ഷെ പരിഹാരം എന്ത് എന്ന് ആർക്കും നിർദ്ദേശിക്കാൻ കഴിയുന്നില്ല എന്നതാണ് പ്രശ്നം. 600 കുടുംബങ്ങളുടെ ജീവിതത്തിനപ്പുറം മതങ്ങളും മതശാസനകളും കൂടി ഈ വിഷയത്തിൽ ബാധകമാണ് എന്നതുകൊണ്ട് ഇരപിടിയന്മാരും ചോരകൊതിയന്മാരും നാടിൻ്റെ സമാധാനം കെടുത്താൻ കാത്തിരിക്കുന്നുണ്ട്. ഭൂമിയിലെ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട 10,000 ഇടുക്കി ജില്ലയിലുണ്ടെങ്കിലും വർഗീയവാദികൾ ആരും അവിടെ കൈകൊടുക്കാനെത്തുന്നില്ല. അതുകൊണ്ട് തന്നെ സർക്കാരും പ്രതിപക്ഷവും മതസംഘടനകളും കോടതി തന്നെയും മുനമ്പം വിഷയം അവധാനതയോടെ പരിഹരിക്കണം. സംഘർഷ സാധ്യത തേടി വരുന്നവരെ വിസിലടിച്ച് മൂപ്പിക്കാതിരിക്കാൻ മാധ്യമങ്ങളും ശ്രദ്ധിക്കണം.